Hey, hello, assalamu alaikum, and welcome back to yet another brand new episode of Being You. So, ഇന്നത്തെ നമ്മുടെ ഒരു ഈദ് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വെരി ഹാപ്പി ഈദ് മുബാറക്. ഒരു ഇടി എന്നുള്ള പെരുന്നാൾ അനൗൺസ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രിപ്പറേഷനുള്ള ടൈമൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ലേറ്റ് ആയിട്ടാണ് മൈലാഞ്ചി ഇട്ടത്, എന്നിട്ട് നേരത്തെ എണീറ്റും ചെയ്തു. അതുകൊണ്ട് ഇത്ര സ്റ്റെയിനെ എനിക്ക് കിട്ടിയുള്ളൂ. ഓർഗാനിക് തന്നെയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മുടെ ഫിനുവിൻ്റെ തന്നെ ബ്രാൻഡാണ്. അവളാണ് എനിക്ക് ഇട്ടുന്നതും കോൺസും അവരുടെ തന്നെയാണ്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് പല്ലൊക്കെ തേച്ചു പുറത്തു പോയി നോക്കിയപ്പം നല്ല ക്ലൈമറ്റാണ്. പക്ഷെ നല്ല ചൂടുണ്ട് കേട്ടോ. രാവിലെ തന്നെ നല്ല ഹ്യൂമിഡിറ്റിയാണ്. ഞാനത് കഴിഞ്ഞ് പിന്നെ ഞാൻ റെഡി ആവാൻ പോയി, കുളിച്ച് മാറ്റി വന്നു. എൻ്റെ ഇതാണ് ഗൈസ് എൻ്റെ മേക്കപ്പ്. ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്നതാണ് എൻ്റെ പെരുന്നാൾ കൂടി വീട്ടിലിടാനുള്ളത്. ഞാൻ മറ്റേ കഫ്താൻ്റെ കളർ ചേഞ്ച് വാങ്ങുന്നു പറഞ്ഞിട്ടിരുന്നല്ലോ, അതാണ് ഇപ്രാവശ്യം വാങ്ങിച്ചത്. ഭയങ്കര കംഫർട്ടബിളാണ് കേട്ടോ ഒന്നാമത്തെ കാര്യം. അങ്ങനെ ഞാൻ എൻ്റെ മുടിയൊക്കെ ഒന്ന് ഉണക്കി ആൻഡ് ദെൻ പെട്ടെന്ന് റെഡി ആവണം, കാരണം ഇന്ന് ഈദ്ഗാഹിന് പോകാനുണ്ട്. അപ്പം ജസ്റ്റ് ഞാനൊരു പർദ്ദ മേലെ കൂടെ എടുത്തിട്ടു എന്ന് മാത്രം. അപ്പോൾ ഈ ഒരു പർദ്ദ എനിക്ക് ലിയ ബായ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പേജിൽ നിന്ന് അയച്ചു തന്നാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഗൈസ്. അപ്പം ഞാൻ പോയി വരാം. സോനു പുതിയ ഡ്രസ് ഈദ് മുബാറക്. അങ്ങനെ നമ്മൾ ആദ്യമായി ഗൈസ് ഈദ്ഗാഹിലേക്ക് പോവാണ്. നമ്മളിവിടെ വീട്ടിൽ വന്നതിന് ശേഷം ഫസ്റ്റ് ഈദ്ഗാഹാണ് ഗൈസ്. സോ വാക്കിംഗ് ഇവിടുന്ന് കുറച്ചുള്ളൂ, ഇവിടെ അടുത്തുള്ളൊരു സ്കൂളിൽ നിന്നാണ് കേട്ടോ ഈദ്ഗാഹ്. സോ വി ആർ ഗോയിങ് ദേർ. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഈദ് മുബാറക്. എല്ലാവർക്കും ഈദ് മുബാറക് പറയൂ. ഈദ് മുബാറക്. അങ്ങനെ ഇതാ നിസ്കാരമൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് കുത്തുബൊക്കെ കേട്ടിരുന്നു. ആൻഡ് അവസാനം ചൂടെടുത്ത് പണ്ടാരടങ്ങിയപ്പം പിന്നെ നമ്മൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. കുറച്ചേ ഉള്ളൂ, നമുക്ക് വീട്ടിലേക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ള ദൂരമല്ലേ ഉള്ളൂ. അങ്ങനെ തിരിച്ച് നടന്ന് വീട്ടിലെത്തി ഗായ്സ്. ഡിയർ കുട്ടി ഈസ് ഹിയർ. ഈദ് മുബാറക് വരി. എന്താ സ്റ്റൈലി. നോക്കട്ടെ ഐസിനെ പുപ്പി നോക്കട്ടെ. സൂപ്പർ ഡ്രസ് സൂപ്പർ ഡ്രസ്. തിരിച്ച് വീട്ടിലെത്തിയിട്ടാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പം നമുക്കിവിടെ നാഷണൽ ഫുഡ് ഈദിന് പുട്ടും ബീഫും ആണ്. ബീഫ് ഇങ്ങനെ കറി ഇല്ലാണ്ട് ഗ്രേവി ഇല്ലാണ്ട് വറ്റിച്ച് വയ്ക്കൂലേ, അങ്ങനെയാണ് നമ്മൾ ഇഷ്ടം കേട്ടോ, എല്ലാവർക്കും ഇഷ്ടം. കൂടെ മണിപ്പുട്ടും അടിപൊളി കോമ്പിനേഷനാണ്. എനിക്കൊക്കെ കുറേ പോകും കേട്ടോ. സാധാരണ ഞാൻ രാവിലെ കഴിക്കാത്ത ആളാണ്, പക്ഷേ ഇങ്ങനെ ഈ ഒരു കോംബോ ആകുമ്പോൾ ഞാൻ നന്നായിട്ട് കഴിക്കും. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ പായസത്തിൽ നിന്നൊക്കെ ഒന്ന് വെറൈറ്റി ആക്കി ഇപ്രാവശ്യം മാംഗോ പുഡിംഗ് ആയിരുന്നു കേട്ടോ ഡെസേർട്ടായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ മേലെ എൻ്റെ റൂമിൽ എനിക്ക് കുറച്ച് ക്ലീനിങ് പരിപാടികളുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ബെഡൊന്നും നന്നാക്കാണ്ടെയാണ് നിസ്കരിക്കാൻ പോയത് രാവിലത്തെ തിരക്കിൽ. അങ്ങനെ അതൊക്കെ നന്നാക്കി വിരിച്ചു. ഇതിങ്ങനെ ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സമാധാനക്കേടാണ് ഗൈസ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഒരു ഉറക്കമൊക്കെ ഉറങ്ങിയതിന് ശേഷമുള്ള ക്ലിപ്പാണ് നിങ്ങളീ കാണുന്നത്. പിന്നെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് എണീറ്റത് കേട്ടോ. നമുക്ക് ബീഫ് ബിരിയാണി ആയിരുന്നു. അങ്ങനെ ബീഫ് ബിരിയാണി ഒക്കെ കൂട്ടി കഴിച്ചു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നിങ്ങളുടെ വീട്ടിൽ എന്തായിരുന്നു എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ ഫുഡ്. പിന്നെ നമ്മളതിന് ശേഷം കഴിക്കാൻ വേണ്ടിയിട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കിയിരുന്നു. ഈ ഫ്രൂട്ട് സാലഡ് പോലത്തെ സാധനം ഉണ്ടല്ലോ. കുപ്പാടാക്കാൻ പറഞ്ഞു ഞാൻ ഇവിടെ പെരുന്നാളിന്. വെരി സോറി. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അതായത് ഒരു പാകിസ്ഥാനി സൂട്ടാണ്. എനിക്ക് എന്താണെന്നറിയില്ല, പാകിസ്ഥാനി സൂട്ട്സിനോടാണ് ഇപ്പം ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഞാൻ ചെറിയതായിട്ടൊരു മേക്കപ്പ് ഒക്കെ ഒന്ന് റിഫ്രഷ് ചെയ്ത് ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്. സാധാരണ പെരുന്നാൾ ദിവസം അങ്ങനെ പുറത്തു പോകാത്തതാണ്. പിന്നെ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഗെറ്റ് റെഡി വിത്ത് മീ ഷോർട്സിലുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. അങ്ങനെ ഗൈസ് നമ്മൾ പോവുകയാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ ഡ്രസ്സൊക്കെ ഇട്ട് എങ്ങോട്ടെങ്കിലൊക്കെ മാറുണ്ടേ. എങ്ങോട്ടൊക്കെ പോണേ? ഗോയിങ് ടു ആൻറ്റീൻ്റെ വീട്ടിലേക്ക് പോവാണ്. വലിയപ്പച്ചി അവിടെ ഉള്ളത്. അതായത് ഈ കോളേജ് സാഫിനെ കാണാൻ വേണ്ടി പോവാണ് ഗൈസ്. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു അപ്പാപ്പൻ്റെ വീട്ടിലും കൂടെ പോകാനുണ്ട്. സ്ട്രേറ്റ്
ഐസിന്റെ ഡ്രസ് ആരും കണ്ടില്ല. നോക്കട്ടെ നോക്കട്ടെ. ഓ ഫ്രീക്ക് ബോയ്. ഇത് നമ്മുടെ ഫിനു സ്റ്റാർ. ഫിലുവോ സേ ഹായ്. ഹലോ. മൈ വൺ ആൻഡ് ഓൺലി കസിൻ ഗൈസ്. ഈ ഒരു പ്ലേസ് ഹാസ് എ ലോട്ട് ഓഫ് നെസ്റ്റ് ടു. ഈ ഒരു പ്ലേസിന് ഇറ്റ്സ് വെരി സ്പെഷ്യൽ ഗൈസ്. ഈ ഒരു വീഡിയോ ഉണ്ടോ? ദിസ് ഇസ് മൈ ആൻസ് ഹോം ആൻഡ് ഇവിടെ ഒരു അടിപൊളി സീനറി ഉണ്ട്. ഉണ്ടോ? ഫുള്ള് പുഴയാണ്. നമ്മളവിടെ സിറ്റ് ഔട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ പുഴയാണ് കാണാം. ഇവിടുന്നാണ് ഞാൻ എൻ്റെ 11th and 12th ഇവിടെ നിന്നിട്ടാണ് പഠിച്ചേ. എൻ്റെ പാരൻസ് ഒക്കെ പുറത്തിരുന്നില്ല. അപ്പം ഞാൻ ഈ ആൻറ്റീൻ്റെ വീട്ടിൽ നിന്നിട്ടാണ് പഠിച്ചിനെ. അതാ എൻ്റെ റിസു ബേബി ഈസ് ഓൾസോ ഹിയർ. അതായത് ഇവളെ താത്തൻ്റെ അമ്മ താത്തൻ്റെ കുട്ടിയാണ് കുട്ടി റിസു. അപ്പം അങ്ങനെയൊക്കെയാണ് ഗായ്സ്. അതെ അതെ. എന്താ ഫഹ്മലൂഹ. അങ്ങനെ ഞങ്ങളുടെ സർക്കിട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേനും വൈകുന്നേരമായി. അപ്പോഴത്തേക്കും ഉമ്മ കിച്ചണിൽ എന്തൊക്കെയോ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഒന്ന് പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ഫിനുവിൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും കാണാൻ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യാണ്. അപ്പം ഇന്ന് ചെമ്മീൻ പൊരിച്ചതുണ്ടായിരുന്നു, കോഴി പൊരിക്കുന്നുണ്ട്, പിന്നെ ഇത് ബീഫ് വറവിടാണ് കേട്ടോ. കുഞ്ഞുള്ളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ അതൊക്കെ റെഡിയാക്കി. ഓട് വന്നപ്പോഴുള്ള കൊരയ്ക്കൂ അല്ലേ എസിക്ക്? ഇവിടൊക്കെ ഇവിടൊക്കെ ഹായ് പറയൂ. എനിക്കറിയാം പകുതി മുക്കാൽ വ്ലോഗിലും ഫുഡും ഫുഡ് ഈറ്റിംഗ് തന്നെയാണ്. പെരുന്നാൾ ഇസ് ഓൾ അബൌട്ട് ഫുഡ് ഗൈസ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഇവർ വന്നുകൊണ്ടാണ് കേട്ടോ ഇത്രയും സ്പെഷ്യൽസ് ഒക്കെ ഉണ്ടാക്കി. അല്ലെങ്കിൽ ബിരിയാണി മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ കുറേ സൊറക്ക് പറഞ്ഞ് കഥ പറഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ ഫുഡ് കഴിക്കാറുള്ളത്. ബാക്കാക്ക എന്നാണ് ഫിനുവിൻ്റെ ഉപ്പനെ ഞാൻ വിളിക്കാറുള്ളത് കേട്ടോ. ബാക്കാക്ക നല്ലോണം സംസാരിക്കും. അപ്പോൾ കുറേ കഥകളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചെണീക്കുന്നത്. ഗൈസ്, നമ്മുടെ ഈ ഒരു കുട്ടി ഈദ് ഡേ ഇൻ മൈ ലൈഫ് ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ രാവിലെ ഇൻട്രോ എടുക്കാൻ വിട്ടുപോയി. കാരണം രാവിലെ തിരക്ക് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. രാവിലെ നിസ്കാരം അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് തിരക്ക് പെട്ടുകൊണ്ട് ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റില്ല. ബട്ട് നമ്മുടെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു ഈദ് വിശേഷം. നമ്മൾ ഇന്ന് കാര്യമായിട്ട് പുറത്തൊന്നും പോകില്ല കേട്ടോ. നമ്മൾ നാളെയാണ് എന്തെങ്കിലും ഇനി ചെയ്യുകയാണെങ്കിലോ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ പോവുള്ളൂ. സോ സ്റ്റേ ട്യൂൺഡ്. ഞാൻ ഷോർട്സ് ആയിട്ടോ വീഡിയോസ് ആയിട്ടൊക്കെ ഇടാം. സോ അത്രയേ ഉള്ളൂ വിശേഷം. അപ്പം നിങ്ങളുടെ ഈ സെലിബ്രേഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, എന്താണ് പാട് എന്നുള്ളതൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ വ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും അതും കമൻറ്റ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്കും വസ്സലാമ. അൻടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്. ഐ ലവ് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ലോട്ട്സ് ഓഫ് ലവ്.